എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിതശാസ്ത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മാതൃകാ ചോദ്യ പേപ്പറിന്റെ അതായത് മോഡൽ എക്സാമിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം 10 ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് അതിനുശേഷമുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 11ാമത്തെ ചോദ്യം നോക്കാം. ഒരു പെട്ടിയിൽ 1, 2, 3 എന്നീ സംഖ്യകളിൽ ഓരോന്ന് വീതം എഴുതിയ 3 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 2, 4 എന്നീ സംഖ്യകളിൽ ഓരോന്ന് വീതം എഴുതിയ 3 കടലാസ് കഷ്ണങ്ങളും ഇട്ടിരിക്കുന്നു. 2 പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ ചോദ്യം എ കിട്ടുന്ന സംഖ്യാ ജോഡികൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ബി കിട്ടുന്ന 2 സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യത എന്തായിരിക്കും? ക്വസ്റ്റ്യൻ സി കിട്ടുന്ന സംഖ്യകളുടെ തുക 5 ആകാനുള്ള സാധ്യത എന്താണ്? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എഴുതുന്നത് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു പെട്ടിയിൽ 1, 2, 3, അടുത്ത പെട്ടിയിലുള്ളത് 2, 4 ഇങ്ങനെ എഴുതിയ കടലാസുകളാണ് 2 പെട്ടികളിൽ ഉള്ളത്. ഇനി നോക്കാം ഒന്നാമത്തെ ചോദ്യം ജോഡികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ 1, 2, 1, 4 അതുപോലെ 2, 2, 2, 4 അതുപോലെ 3, 2, 3, 4 അപ്പൊ ജോഡികൾ ഏതൊക്കെയാണ് എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക 1, 2 അതുപോലെ 1, 4. അടുത്ത ജോഡി എഴുതേണ്ടത് 2, 2, 2, 2, 2, 4. അടുത്തത് എഴുതേണ്ടത് 3, 2, 3, 4. ആകെ എത്ര ജോഡികൾ ഉണ്ട് എന്നിവിടെ നോക്കാം. 1, 2, 3, 4, 5, 6. 6 ജോഡികളാണുള്ളത്. ഇനി ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ 2 സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യത എത്ര എന്നുള്ളത്. ഇവിടെ 1, 2 ആണ്, ഇവിടെ 1, 4, ഇവിടെ 2, 2. അപ്പൊ ഇവിടെ ഒരു സംഖ്യ ഉണ്ട്, ഇനി തുല്യമായതില്ല. അപ്പം സാധ്യത എന്ന് പറയുന്നത് 1/, ആകെ എത്ര ജോഡികളുണ്ട്? 6. അത് താഴെ കൊടുക്കുക. ഇതാണ് ബിയുടെ ഉത്തരം. ഇനി സിയുടെ ഉത്തരം 2 സംഖ്യകളും കൂട്ടിയാൽ 5 കിട്ടുന്ന സാധ്യതകൾ എത്ര എന്നാണ്. അപ്പൊ ഇവിടെ 3 ആണ് കിട്ടുക. ഇവിടെ നമുക്ക് 1, 4 കൂട്ടിയാൽ 5 കിട്ടും. ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 5 കിട്ടും, ഇവിടെ 7 ആണ് കിട്ടുക. അപ്പൊ ഇവിടെ ആകെ ഉള്ളത് 2 ആണ്. അപ്പൊ 2/6. അപ്പൊ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ് ഇത്. അപ്പൊ ഇവിടെ ജോഡി ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓരോന്നും വരച്ചു കൊടുത്ത് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ആകെ എത്ര ജോഡികളാണോ ഉള്ളത് അത് നമ്മൾ താഴെ കൊടുക്കുന്നു, സാധ്യമായത് മുകളിൽ കൊടുക്കുന്നു. ഇങ്ങനെയാണ് സാധ്യത കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 12ാമത്തെ ചോദ്യം ചിത്രത്തിൽ കോൺ ബി സമം കോൺ ഡി സമം 90 ഡിഗ്രി, എ ബി സമം ബി ഡി സമം 4 സെന്റിമീറ്റർ, കോൺ എ സി ബി സമം 30 ഡിഗ്രി ആയാൽ ക്വസ്റ്റ്യൻ എ കോൺ എ ഇ ഡിയുടെ അളവ് എത്രയാണ്? ക്വസ്റ്റ്യൻ ബി എ ഇ, എ സി എന്നിവയുടെ നീളം കണക്കാക്കുക. ഈ ചോദ്യത്തിൽ പറഞ്ഞ ചിത്രം ഇവിടെ ബോർഡിൽ കാണാം. ഇതനുസരിച്ച് എ ബി സമം ബി ഡി, എ ബി സമം ബി ഡി ഇത് 2 തുല്യാണ്. ഇത് ഓരോന്നും 4 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് 30 ഡിഗ്രിയാണ്. അതുപോലെ ഈ കാണുന്ന കോണും ഈ കാണുന്ന കോണും 90 ഡിഗ്രിയുമാണ്. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് കോൺ എ ഇ ഡിയുടെ അളവ് എത്രയാണ്, അതായത് എ ഇ ഡി ഈ കോണിന്റെ അളവ് എത്രയെന്നുള്ളതാണ്, ഈ കോണിന്റെ അളവ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 30, ഇത് 90. അങ്ങനെ ആവുമ്പോ ഈ കോണിന്റെ അളവ് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ വലിയൊരു ത്രികോണം കണ്ടില്ലേ, വലിയൊരു മട്ട ത്രികോണം. അപ്പൊ വലിയ മട്ട ത്രികോണത്തിന്റെ കോണളവ് നോക്കൂ. ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? ഈ കാണുന്ന 30 ഡിഗ്രി തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. ഇവിടെ കോണളവ് എത്രയാണെന്നാണ്, അത് 30 ഡിഗ്രി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. എ ഇ, എ സി ഇവയുടെ നീളം കണ്ടുപിടിക്കാൻ, അതായത് മൊത്ത നീളം, എ ഇയുടെ നീളം അതുപോലെ എ സിയുടെ നീളം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ 30 ഡിഗ്രിയാണ്. ഈ 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം 90ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 4ന്റെ ഇരട്ടിയായിരിക്കും, അതായത് 8. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, 30 ഡിഗ്രി, 60 ഡിഗ്രി,
90 ഡിഗ്രി. ഇങ്ങനെയുള്ള കോണളവുകളാകുമ്പോൾ വശങ്ങളുടെ അംശബന്ധം, അതായത് 30-നെതിരെ 1 ആയിരിക്കും, 60-ന്റെ ഓപ്പോസിറ്റ് √3 ആയിരിക്കും, 90-ന്റെ ഓപ്പോസിറ്റ് 1-ന്റെ ഇരട്ടിയായ 2. അപ്പൊ ഇവിടെ നോക്കാം, 30-നെതിരെ 4 ആണ്, 30-നെതിരെ 4. അപ്പൊ 60-നെതിരെ 4√3, 90-നെതിരെ എന്ന് പറയുമ്പോൾ 4-ന്റെ ഇരട്ടിയായ 8. അങ്ങനെയാണ് നമുക്ക് 4 ആയപ്പോൾ ഇവിടെ നമുക്ക് 8 എന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ മട്ട ത്രികോണം നോക്കൂ. വലിയ മട്ട ത്രികോണത്തിലെ 30-ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ADയുടെ നീളം, ഇത് 8 ആണ്. അപ്പൊ 30-ന്റെ ഓപ്പോസിറ്റ് 8 ആകുമ്പോൾ ഇവിടെ നമുക്ക് 8√3 എന്ന് കിട്ടും. 8-ന്റെ ഇരട്ടിയായ 16. അപ്പൊ മൊത്തം നീളം 16. അപ്പൊ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 16. അപ്പൊ ഇവിടെ 8 ആകുമ്പോൾ ഇവിടെ ഇതിന്റെ നീളം ചോദിച്ചാലും 8 തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ ഇതിന്റെ BC ചോദിച്ചിട്ടൊന്നുമില്ല. BCയുടെ നീളം എന്ന് പറയുന്നത് 4√3. അതുപോലെ DEയുടെ നീളം എന്ന് പറയുന്നത് 8√3. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് 30, 60, 90 എന്നീ കോണളവുകളുടെ അംശബന്ധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 13ാമത്തെ ചോദ്യം. ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് 120 സെന്റിമീറ്റർ ആണ്. ചെരിവ് ഉയരം 25 സെന്റിമീറ്ററുമാണ്. ക്വസ്റ്റ്യൻ എ, സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ് എത്രയാണ്? ക്വസ്റ്റ്യൻ ബി, സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക. അപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ബോർഡിൽ എഴുതി കാണാം. അതായത് പാദ ചുറ്റളവ്, അതിന് നമ്മൾ 4a എന്നാണ് പറയാ. അപ്പൊ അത് 120 സെന്റിമീറ്റർ ആണ്. ചെരിവ് ഉയരം, അതിനെ നമ്മൾ L എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, അത് 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് പാർശ്വമുഖ പരപ്പളവാണ്. പാർശ്വമുഖ പരപ്പളവ്. അപ്പൊ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതൊരു സമചതുര സ്തൂപികയാവുമ്പോൾ 2al എന്നാണ് സമവാക്യം. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ 4a 120 ആണ്. അപ്പൊ 2a എന്ന് പറയുമ്പോൾ 120-ന്റെ പകുതി, 120-ന്റെ പകുതി പറയുമ്പോൾ 60 ഗുണിക്കണം L എന്ന് പറയുന്നത് 25. ഇത് രണ്ടും ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 625 എന്ന് പറയുന്നത് 150 ആണ്. അതിലേക്ക് ഒരു 0 കൂടെ കൂട്ടി കൊടുത്താൽ 1500 എന്ന് കിട്ടും. അപ്പൊ 1500 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നോക്കാം, ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം വ്യാപ്തം എന്ത് എന്നുള്ളതാണ്. അപ്പൊ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം, സമചതുര സ്തൂപികയാവുമ്പോ 1/3 a²h എന്ന. അപ്പൊ ഇവിടെ നോക്കൂ, a² കാണണം, അതുപോലെ തന്നെ h കാണണം. അപ്പൊ ചോദ്യത്തിൽ നമുക്ക് a ഇവിടെ ഉണ്ട്, h ഇവിടെ തന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ h നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മട്ട ത്രികോണം അറിയാം. മട്ട ത്രികോണത്തിന്റെ ഈ കുത്തനെ നിൽക്കുന്ന, അതായത് ലംബവശമാണ് h എന്ന് പറയുന്നത്, ഈ ചെരിഞ്ഞിരിക്കുന്ന കർണവശമാണ് L, ഈ കാണുന്നത് a/2 ആണ്, അതായത് പാദത്തിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ 4a എന്നുള്ളതാണ് 120. 4a സമം 120. അപ്പൊ a സമം എന്ന് പറയുന്നത് 120 ഹരിക്കണം 4, അതായത് 4 120-ൽ 30 പ്രാവശ്യമാണ് ഉണ്ടാവുക. അതായത് 4 12-ൽ 3 പ്രാവശ്യം ഉണ്ടാവും, പിന്നെ ഒരു 0 കൂടെ കൂട്ടി കൊടുത്താൽ 30. അപ്പൊ a സമം എന്നുള്ളത് 30 ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് h കണ്ടുപിടിക്കാം. അപ്പൊ h സമം, ഇവിടെ കർണം L ആണ്, അപ്പൊ L² മൈനസ് a/2² എന്നാണ് സമവാക്യം. ഒക്കെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി കാണാൻ വേണ്ടി ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ h എന്ന് പറയുന്നത് നോക്കാം, h സമം L² എന്ന, L എന്നുള്ളത് നമുക്കറിയാം 25. 25² മൈനസ് a/2 എന്നുള്ളത്. അപ്പൊ a എന്ന് പറയുമ്പോൾ 30 ആണ്, 30-ന്റെ പകുതി 15, 15². ഇതിന്റെ റൂട്ട് എടുക്കാം. അപ്പൊ 25-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625, 15-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225. ഇതിന്റെ റൂട്ട്, ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 400 കിട്ടും. 400-ന്റെ റൂട്ട് എന്ന് പറയുന്നത് 20. ഓക്കെ. അപ്പൊ h സമം നമുക്ക് 20 കിട്ടി, a സമം നമുക്ക് 30 കിട്ടി. ഇനി നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാം. അപ്പൊ വ്യാപ്തം സമം 1/3 ഗുണിക്കണം a എന്ന് പറയുന്നത് നമുക്ക് 30 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 30-ന്റെ സ്ക്വയർ ഇൻറ്റു h എന്ന് പറയുന്നത് ഇവിടെ 20 കിട്ടിയിട്ടുണ്ട്, 20. ഇനി നോക്കാം, 1/3 ഗുണിക്കണം 30-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്, ഇൻറ്റു 20. നമുക്ക് ഈ 3ഉം 9ഉം ഹരിക്കാൻ പറ്റും. അപ്പൊ 9-ൽ 3 പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ ഇവിടെ 300 എന്ന് കിട്ടി. ഇതിനെ 20 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 2 3 6, ബാക്കി ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പൊ 3 0 കൊടുക്കാം. അപ്പൊ 6000
സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് ഈ സമചതുര സ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് സമവാക്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് പാർശ്വമുഖ പരപ്പളവ് 2a_l, ഇതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 1/3a²h. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ആവശ്യമുള്ളത്. ഒന്ന് എ എന്ന് പറയുന്ന അക്ഷരം, അതായത് പാദവക്ക്, ഒന്ന് ഉയരം h, രണ്ടാമത്തെ ചെരിവ് ഉയരം l. ഈ ഒരു മട്ട ത്രികോണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും വേണം. ഓക്കെ, അങ്ങനെയായാലും നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ 13 അല്ലെങ്കിൽ എന്നൊരു ചോദ്യം കാണാം. ആ ചോദ്യമാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. 30 സെന്റിമീറ്റർ പാദ ആരമുള്ള ഒരു വൃത്തസ്തംഭത്തിന് 50 സെന്റിമീറ്റർ ഉയരമുണ്ട്. ഇതിൽ നിന്നും പരമാവധി വലിപ്പമുള്ള ഒരു വൃത്തസ്തൂപിക ചെത്തിയെടുക്കുന്നു. രണ്ട് ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഈ വൃത്തസ്തൂപികയുടെ ആരം എത്ര? അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്ര? അപ്പൊ ഇവിടെ നോക്കാം, പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ബോർഡിൽ കാണാം. ആരം r, അതായത് 30 സെന്റിമീറ്റർ, ഉയരം h 50 സെന്റിമീറ്റർ. ഇതൊരു വൃത്തസ്തംഭമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൃത്തസ്തംഭം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ വരക്കാം. ഈ കാണുന്നതാണ് വൃത്തസ്തംഭം. ഇതിൽ നിന്ന് പരമാവധി വലിപ്പത്തിൽ വെട്ടിയെടുക്കാവുന്ന വൃത്തസ്തൂപിക ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വൃത്തസ്തൂപിക ഉണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കൂ, ഈ വൃത്തസ്തൂപികയുടെ പാദ ആരവും ഉയരത്തിലൊന്നും മാറ്റം കാണുന്നില്ല. അപ്പം ഈ വൃത്തസ്തൂപികയുടെ ആരം എത്ര എന്നാണ് ഫസ്റ്റത്തെ ചോദ്യം. അത് ഈ r = 30 സെന്റിമീറ്റർ തന്നെയാണ്. കാരണം വൃത്തസ്തംഭത്തിന്റെ ആരവും അതുപോലെ തന്നെ വൃത്തസ്തൂപികയുടെ ആരവും മാറ്റം കാണുന്നില്ല, തുല്യം തന്നെയാണ്. ഇനി നോക്കാം, ഇതിന്റെ h എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അത് തന്നെയാണ് വൃത്തസ്തംഭത്തിന്റെയും h, മാറ്റമൊന്നുമില്ല. ഇനി ഇതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ്. വ്യാപ്തം സമം വൃത്തസ്തൂപികയാവുമ്പോ 1/3 πr²h. സ്തംഭത്തിൻ്റെതാണ് കാണാൻ പറയുന്നത് എങ്കിൽ ഈ 1/3 ഒഴിവാക്കിയാൽ മതി, πr²h മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇവിടെ നോക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ 1/3 ഗുണിക്കണം π ഗുണിക്കണം r എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ 30² ഗുണിക്കണം h എന്ന് പറയുന്നത് 50. ഇതൊന്ന് ചെയ്തു നോക്കാം നമുക്ക്. 1/3 ഗുണിക്കണം π ഗുണിക്കണം 30ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 900 ഗുണിക്കണം 50. ഇനി ഈ 3 9 എത്ര പ്രാവശ്യം പോകും? 3 9 3 പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ 300 എന്ന് കിട്ടി. ഇനി നോക്കാം, 5 3 15 ഗുണിക്കുമ്പോ 5 3 15. ഇനി ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 1 0 ഉണ്ട്. അപ്പൊ 3 0 കൊടുക്കുക. ഇത്രയും π സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ക്യൂബാണ്. അപ്പൊ 15000 π സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി 14ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ എ, 6 10 14 എന്ന സമാന്തര ശ്രേണിയുടെ n-ാം പദം എഴുതുക. ക്വസ്റ്റ്യൻ ബി, ഈ ശ്രേണിയുടെ 11-ാം പദം ഏതാണ്? ക്വസ്റ്റ്യൻ സി, 6 10 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 21 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 6 10 14 ഇതൊരു സമാന്തര ശ്രേണിയാണ്. ആദ്യം കാണേണ്ടത് ഇതിന്റെ n-ാം പദമാണ്. അതിനെ നമുക്ക് xn എന്ന് പറയാം. xn = dn + f - d. അപ്പൊ നോക്കാം, d എന്ന് പറഞ്ഞ പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം d = 10 - 6. 10 6 കുറച്ചാൽ മതി. അതായത് ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുന്നിലുള്ള പദം കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ xn = d എന്ന് പറയുന്നത് 4, n പ്ലസ് f എന്ന് പറയുന്ന ആദ്യ പദം എന്ന് പറയുമ്പോൾ 6 മൈനസ് d എന്ന് പറയുന്നത് 4. ഇനി 4n, 6ൽ നിന്ന് 4 കുറച്ചാൽ 2 ആണ്. അപ്പൊ പ്ലസ് 2. അപ്പൊ 4n + 2. അപ്പൊ xn = 4n + 2. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി. ഇനി രണ്ടാമത്തെ ചോദ്യം, 11-ാം പദം എന്ത് എന്നുള്ളതാണ്. അപ്പൊ n എന്നുള്ളടുത്ത് നമുക്ക് 11 എന്ന് കൊടുത്താൽ 11-ാം പദം കിട്ടും. അപ്പൊ n എന്നുള്ള സ്ഥാനത്ത് ഞാൻ 11 കൊടുക്കുന്നു. 4 ഗുണിക്കണം n എന്നുള്ളടത്ത് 11 കൊടുത്തു പ്ലസ് 2. 4 11 44 പ്ലസ് 2
44 2 കൂട്ടി കഴിഞ്ഞാൽ 46. അതായത് 11ാമത്തെ പദം 46. ഇനി നോക്കൂ, നമ്മോട് ചോദിച്ച മൂന്നാമത്തെ ചോദ്യം 21 പദങ്ങളുടെ തുക എന്ത് എന്നുള്ളതാണ്. 21 പദങ്ങൾ. അപ്പൊ 21 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നോക്കാം. തുക സമം എണ്ണം ഗുണിക്കണം മധ്യപദം എന്നാണ്. എണ്ണം ഗുണിക്കണം മധ്യപദം. അപ്പൊ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 21 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ എണ്ണം എന്ന് പറയുന്നത് 21 ഗുണിക്കണം മധ്യപദം. മധ്യപദം എന്ന് പറയുമ്പോൾ 21 പദങ്ങളാകുമ്പോൾ മധ്യപദം എന്ന് പറയുന്നത് 21 + 1/2, അതായത് 22/2, അതായത് 11ാം പദം. 11ാം പദമാണ് മധ്യപദം. അപ്പൊ നോക്കൂ, 11ാം പദം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചു 46. അപ്പൊ 21 ഗുണിക്കണം 46. ഇനി ഇതൊന്ന് ഗുണിച്ചു നോക്കാം. 1 46 46, 2 46 92. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 966. അപ്പൊ ആദ്യത്തെ 21 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 966. അപ്പൊ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം എണ്ണം ഗുണിക്കണം മധ്യപദം. ബീജഗണിതം കണ്ടുപിടിക്കാൻ, അതായത് n-ാം പദം കണ്ടുപിടിക്കാനുള്ള സമവാക്യം dn + f - d. ഓക്കെ, ഈ രണ്ട് സമവാക്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി 15ാമത്തെ ചോദ്യം. ചിത്രത്തിൽ AB സമം 1 യൂണിറ്റ്, BC സമം 1 യൂണിറ്റ്, കോൺ B സമം 90 ഡിഗ്രി, കേന്ദ്രമായി സിയിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചിരിക്കുന്നു. വൃത്തം സംഖ്യാരേഖയെ P, Q എന്നീ ബിന്ദുക്കളിൽ മുറിച്ചു കടക്കുന്നു. ക്വസ്റ്റ്യൻ എ, P, Q എന്നീ ബിന്ദുക്കളിൽ സൂചിപ്പിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ബി, പിയിൽ നിന്നും ക്യൂയിലേക്കുള്ള അകലം എത്രയാണ്? ക്വസ്റ്റ്യൻ സി, പിയിൽ നിന്നും ക്യൂവിൽ നിന്നും ഒരേ അകലത്തിലുള്ള ബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? ഇപ്പൊ നോക്കാം, നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചിത്രം നോക്കിക്കൊണ്ടല്ല നമ്മൾ ഉത്തരം നൽകേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ 0, അതായത് എ എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ്. മാത്രമല്ല AB-യുടെ അളവ് 1 യൂണിറ്റ്, അതായത് 0 മുതൽ ഇവിടുന്ന് ഇങ്ങോട്ട് 1 യൂണിറ്റ്. ഇവിടെ 1 എന്നുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ അതായത് ഇതിന്റെ നീളമാണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളമാണ് 1 യൂണിറ്റ്. അതുപോലെ BC-യുടെ നീളവും 1 യൂണിറ്റ് ആണ്. അപ്പൊ ഇതിന് ഞാൻ 1 എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ നോക്കൂ, കോൺ B 90 ഡിഗ്രി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് AC-യുടെ നീളമാണ്. നമുക്കറിയാം, ഒരു മട്ട ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാകുമ്പോൾ അതിന്റെ കർണം എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 1 ഇവിടെ 1 ആണെങ്കിൽ ഇതിന്റെ കർണം എന്ന് പറയുന്നത് √2 ആണ്. 1 1 √2. ഇനി ഇവിടെ നോക്കാം, ഒന്നാമത്തെ ചോദ്യം P-യുടെയും അതുപോലെ തന്നെ Q-യുടെയും സൂചക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് x അക്ഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, AC എന്നുള്ളത് വൃത്തത്തിന്റെ ആരമാണ്. വൃത്തത്തിന്റെ ആരം, ഇതിന്റെ നീളം √2 ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളവും എത്രയായിരിക്കും? √2, കാരണം വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും തുല്യമായിരിക്കും √2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 0ന്റെ ഇടതുവശത്തായതുകൊണ്ട് ഇവിടെ മൈനസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ P-യുടെ സൂചക സംഖ്യ എന്ന് പറയുന്നത് ഇത് x അക്ഷത്തിലെ ഒരു ബിന്ദു ആയതുകൊണ്ട് തന്നെ √2.0. ഇനി Q-ന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് 0ന്റെ ഇടതു ഭാഗത്തായതുകൊണ്ട് -√2. അപ്പൊ P-ന്റെയും Q-ന്റെയും സൂചക സംഖ്യകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് എവിടുന്നാണ് കിട്ടിയത് എന്ന് നോക്കാം. കാരണം ഇതൊരു മട്ട ത്രികോണമാണ്. മട്ട ത്രികോണത്തിന്റെ പാദം 1 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ലംബവും 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കർണം √2 ആയിരിക്കും. ഈ കർണം എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ആരമാണ്. അപ്പൊ വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഏത് ബിന്ദുവിലേക്കുള്ള അകലവും ഒരേ അകലമായിരിക്കും, അതായത് √2 ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം √2, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം √2. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 0ന്റെ ഇടതുഭാഗത്തേക്കാകുമ്പോൾ മൈനസ് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഓക്കെ, നമുക്ക് P-യുടെയും Q-ന്റെയും സൂചക സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം
രണ്ടാമത്തെ ചോദ്യം ക്യൂവിന്റെയും പിയുടെയും അകലം എത്ര അല്ലെങ്കിൽ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ √2 ഉണ്ട്. അപ്പൊ √2 നിന്ന് -√2 കുറക്കുക, എന്നിട്ട് കേവല വില എടുത്താൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറക്കുക. അപ്പൊ ഞാനവിടെ +√2 കുറക്കണം -√2 എന്നിട്ട് കേവല വില എടുക്കണം. ഇവിടെ നോക്കാം, മൈനസും മൈനസും വന്നാൽ പ്ലസ് ആയി മാറും. അപ്പൊ √2 +√2 എന്നായി മാറി. അപ്പൊ ഇവിടെ എത്ര √2? ഒരു √2 കൂട്ടിക്കഴിഞ്ഞാൽ 2√2. ഇവിടെ നമ്മൾ കൂട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ √2 കൂട്ടിക്കഴിഞ്ഞാൽ √4 എന്നല്ല, മറിച്ച് ഒരു √2 കൂട്ടുമ്പോൾ നമുക്ക് 2√2 ആണ് കിട്ടുക. ഇത് 2 പ്ലസ് ആയതുകൊണ്ട് പ്ലസ് തന്നെയാണ്. ഇതിന്റെ കേവല വില എന്ന് പറയുമ്പോൾ 2√2. ചിഹ്നമില്ലാത്ത സംഖ്യ എഴുതുക എന്നാണ് കേവല വില കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2√2ന്റെ കേവല വില എന്ന് പറയുന്നത് 2√2 തന്നെയാണ്. ഇനി മൈനസ് ആണ് വരുന്നതെങ്കിലും ഇവിടെ നമുക്ക് ചിഹ്നമില്ലാതെ എഴുതുമ്പോൾ 2√2 എന്ന് കിട്ടുന്നു. അപ്പം ക്യൂയും അതുപോലെ തന്നെ പിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2√2. അതായത് ഇങ്ങോട്ടുള്ള അകലം ഒരു √2 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും ഒരു √2 ആണ്. അപ്പൊ 2√2 ആയിരിക്കും അകലം കിട്ടുക. ഓക്കെ, അടുത്ത ചോദ്യം പിയിൽ നിന്നും ക്യൂവിൽ നിന്നും തുല്യ അകലത്തിലുള്ള ബിന്ദു ഏത് എന്നാണ്. അപ്പൊ ഇതിന്റെയും മധ്യബിന്ദു ഏത് എന്ന്. അപ്പൊ മധ്യബിന്ദു നമുക്ക് കിട്ടുക 0 ആണ്. അപ്പൊ സൂചക സംഖ്യയായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് 0, 0. അതായത് പിയിൽ നിന്നും ക്യൂയിൽ നിന്നും തുല്യ അകലത്തിലുള്ള ബിന്ദു എന്ന് പറയുന്നത് ഇതിന്റെ മധ്യബിന്ദുവാണ്. മധ്യബിന്ദു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0, 0. ഓക്കെ, 3 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി കഴിഞ്ഞു. ഇന്ന് നമ്മൾ 15 ചോദ്യങ്ങൾ വരെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.